ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി, കണ്ണൂർക്കാരുടെ സ്വന്തം കോക്ടെയിൽ. ഇത് വെറും ഒരു ഡ്രിങ്ക് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ണൂർ കോക്ടെയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് പപ്പായയാണ്. നല്ല പഴുത്ത പപ്പായ തന്നെ വേണം. അപ്പോൾ നല്ല പഴുത്ത പപ്പായ നോക്കിയിട്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് വേണം. അപ്പോൾ പപ്പായ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ മുഴുവൻ പപ്പായ ഇതിന് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പപ്പായ എത്രയാണ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ ക്യാരറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ആദ്യം ഞാൻ പപ്പായൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ സ്കിന്നും അതിലുള്ള സീഡ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പപ്പായ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പഴുപ്പ് കുറഞ്ഞിട്ടുള്ള പപ്പായ എടുത്താൽ അതിൻ്റെ ഒരു ചവർപ്പും ഒരു കയ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല പഴുത്തത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ഈ പപ്പായ മുഴുവനും ഇതിന് യൂസ് ചെയ്യുന്നില്ല, ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിൽ കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കയ്പൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പപ്പായക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പപ്പായയുടെ ഡെയിലി കൺസപ്ഷൻ നമുക്ക് ബെറ്റർ ഡൈജഷനും അതുപോലെ നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ തരും. അതുപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും സ്കിൻ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ എല്ലാ പപ്പായയും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റാണ്. അപ്പോൾ അത് ഞാൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ റോ ആയിട്ടല്ല ഈ ജ്യൂസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരേ അളവിൽ തന്നെ പപ്പായയും ക്യാരറ്റും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടച്ച് വെച്ച് ഞാൻ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് പപ്പായൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസസ് ആക്കിയിട്ട് ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ജ്യൂസ് ആക്കിയിട്ടൊക്കെ കൊടുത്താൽ അവരെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് കേട്ടോ. ക്യാരറ്റിലൊക്കെ ഒരുപാട് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് കാഴ്ചക്കൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിച്ചോളും. അപ്പോൾ ഞാൻ പപ്പായൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റും ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ എങ്ങനെ കോക്ടെയിലാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതെ, ഞാനിവിടെ ക്യാരറ്റും പപ്പായയും അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. നല്ല കട്ടിയുള്ള പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ, 500 ml ഒരു പാക്കറ്റ് പാല്. ഇതിൻ്റെ ഈ ക്വാണ്ടിറ്റിയിലേക്ക് ഇത്രയും പാല് മതി. ഇനി ഞാനൊരു ജാറെടുത്ത് അതിലേക്ക് ഇത് നമ്മുടെ പപ്പായ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റ് വേവിച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കട്ടപ്പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞില്ല, ഇനി ഒരു പണിയും കൂടെ ഉണ്ട്. നമുക്ക് ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ഐസ്ക്രീമാണ്. അപ്പോൾ എനിക്ക് ബോൾ ഐസ്ക്രീമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ 2 ഐസ്ക്രീം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വാനില ഫ്ലേവർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. വാനില ഫ്ലേവർ മസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് നേരത്തെ എല്ലാം കൂടെ ഇട്ട് അടിക്കുമ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ലാസ്റ്റ് ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ കോക്ടെയിൽ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അധികമൊന്നും വേണ്ട. ഇനി നമ്മുടെ കോക്ടെയിൽ ഞാൻ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്നട്ടും അതുപോലെ നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അതെടുക്കാം, പിന്നെ അനാർ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാഷ്നട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക്
എടുത്തു വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് അനാറും അതുപോലെ കോൺഫ്ലേക്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒന്നും കൂടെ അട്രാക്റ്റീവ് ആവും, അവരതും കൂടെ കഴിക്കുകയും ചെയ്യും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമ്മുടെ കണ്ണൂക്കാരുടെ സ്പെഷ്യൽ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ ഇതുപോലെയുള്ള കിടലൻ റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.